രാം നാരായൺ രാം. ബ്ലഡ് പ്രഷർ, കോറോണറി ഡയബറ്റീസ് ഇതൊന്നും രോഗങ്ങളല്ല. ഹൃദയരോഗികൾക്കും ഇതിന് വളരെ ഉപകാരമുണ്ട്. സ്ത്രീകൾക്കും അവകാശ സമയമാകുന്നു. നിരവധി ആളുകൾ രാത്രിയിലെ 12-ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അതുവരെ സ്ത്രീകൾ നിദ്ര കൊണ്ട് കുലുങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷം എല്ലാ ജോലികളും കഴിഞ്ഞ് അല്പം ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഒഴുകുന്ന വെള്ളം ഒഴികെ മറ്റേതെങ്കിലും വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. പലരും കണ്ണിൽ തണുത്ത വെള്ളം തളിച്ചാൽ കണ്ണുകൾ ആരോഗ്യകരമാകും എന്ന് കരുതുന്നു. പക്ഷേ അത് ശരിയല്ല. കണ്ണുകൾ ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മുഴിയ ബിന്ദു മുത്തശ്ശി കണ്ണ് വരില്ല. സാധാരണയായി 40 വയസ്സിന് ശേഷം കണ്ണുകളിൽ മുഴിയ ബിന്ദു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തണുപ്പിനെ തുടർന്നുണ്ടാകുന്നു. കണ്ണുകൾ എല്ലായ്പ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകിയാൽ ഈ രോഗം ഒഴിവാക്കാനാകും. ഈ സാധാരണ ചട്ടങ്ങൾ പാലിക്കണം. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിൽ ഊതിപ്പോകരുത്. ഊതുമ്പോൾ അതിനൊപ്പം അനാവശ്യമായ പലതും അതിലേക്ക് കടക്കാം. ജപവും ധ്യാനവും മാത്രം ആധ്യാത്മികതയല്ല. ആദ്യം ഭിത്തിയേക്കാൾ ശക്തിയുള്ള അടിത്തറ ഉണ്ടാക്കേണ്ടതുണ്ട്. ലൗകിക ജീവിതം ശരിയായി നയിക്കാൻ ഈ ചട്ടങ്ങൾ പാലിക്കേണ്ടത് അത്യന്തം അനിവാര്യമാണ്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. കൈകാൽ സോപ്പിൽ കഴുകണം. എവിടെയും അഴുക്ക് ഉണ്ടാകരുത്. വീട് പരിസരം ശുചിത്വം പാലിക്കണം.